ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്താ തടി വല്ലതും വേണോ? വേണ്ട, ഞാൻ ഉരുപ്പിടി കച്ചവടത്തിന് വന്നതല്ല, ഒരു പ്രശ്നം ഡീൽ ചെയ്യാൻ വന്നതാ. മനസ്സിലായില്ല. ഓ, എന്താ? കുറുപ്പ് സാറിന്റെ വീട് ഇത് തന്നെയാ. കൊള്ളാം. ഈ നാട്ടില് XMLA കരുണാകരക്കുറുപ്പിന്റെ വീടറിയാത്ത ആളുകളോ? അല്ല, നിങ്ങൾ എവിടെന്നാ? ഞാൻ കോട്ടയത്ത് നിന്നാ. ഇവിടെ ഈ KCL കൺസ്ട്രക്ഷന്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ഞാനാ. പേര് സേവിയർ, സേവി മനു മാത്യു. ഞാനൊരു പൊതുപ്രവർത്തകനാ. ഓ, ആണോ? അച്ഛനകത്തുണ്ട്. MLA മകനാണോ? ആ. ജിതേന്ദ്രൻ? അല്ല, ഞാൻ ജഗൻ. ജിതേന്ദ്രൻ എന്റെ ഏട്ടനാ. മോനെ കണ്ട് കൊടുത്താ മതി എന്നാ പറഞ്ഞത്. എന്നാ ഞാനത് അങ്ങ് ഏൽപ്പിച്ചോട്ടെ. അത് ഇത് 2 ലക്ഷം രൂപയുണ്ട്. എങ്ങനെങ്കിലും അച്ഛന്റെ ഓട്ടോ വാങ്ങിച്ചു കൊടുക്കണം ജഗനങ്ങളെ, പ്ലീസ്. നിങ്ങള് സേവിയർ ആയിരുന്നല്ലേ? അതെ. സേവിയറായിട്ടും വരുമെന്നും ക്യാഷ് വാങ്ങി വെക്കണമെന്നും ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടാ പോയേ. ഓ, ഇപ്പൊ അകത്തേക്ക് പോയാലും അച്ഛനെ കാണാൻ പറ്റില്ല, ഒരു മീറ്റിംഗിലാ. ഓ, ഇലക്ഷനൊക്കെ അടുത്ത് വരല്ലേ. അല്ല, ജിതേന്ദ്രൻ ചേട്ടൻ എവിടെയാ? ഏട്ടൻ തോട്ടത്തിൽ പോയിരിക്കെ. അതാ ഞാൻ വിളിച്ചിട്ട് കിട്ടാ ആയിരിക്കും. ഏതായാലും പണം ഞാൻ ജഗനെ ഏൽപ്പിക്കാം. എനിക്ക് പോയിട്ട് ചില അത്യാവശ്യമുണ്ടേ. ശരി, ഞാൻ സാറിനെ വിളിച്ചോളാം. ശരി, അപ്പോ ശരി. ദൈവത്തിന്റെ ഓരോ കളികളെ. വന്ദനയുടെ അച്ഛന്റെ ഫോട്ടോ എങ്ങനെ തിരികെ എടുത്ത് കൊടുക്കുമെന്നറിയാതെ നിന്നപ്പോ ഒരാൾ ഇങ്ങോട്ട് പൈസ കൊണ്ടെത്തായിരുന്നു. ദൈവമാണ് സേവിയർ, നിങ്ങളുടെ ദൈവം. അല്ല, ഇതാര് ജഗനോ? എന്താ തടി വല്ലതും വേണോ? വേണ്ട, ഞാൻ ഉരുപ്പിടി കച്ചവടത്തിന് വന്നതല്ല, ഒരു പ്രശ്നം ഡീൽ ചെയ്യാൻ വന്നതാ. മനസ്സിലായില്ല. ഓ,
ഇതേ 2 ലക്ഷം രൂപയുണ്ട്. മനോജ് വാങ്ങിയ തുകയുടെ പലിശ കുടിശ്ശിക എടുത്തിട്ട് ആ ഓട്ടോ വിട്ടുകൊടുക്കണം. സന്തോഷം. പലിശ മാത്രം 1,10,000 രൂപ പെൻഡിംഗ് ഉണ്ട്. ബാക്കി 90,000 രൂപ മുതലിൽ കുറവ് വരുത്തിയേക്കാം. ഇതാണ് പണക്കച്ചവടത്തിന്റെ രീതി. ഇത് നേര്. പക്ഷേ ഖാദർ കാണിച്ചത് നെറികേട്. മകൻ പണം പലിശക്കെടുത്തതിന് അച്ഛന്റെ ഓട്ടോറിക്ഷ എടുത്തുകൊണ്ട് പോയത് ശരിയായില്ല. ആ വീടിന്റെ ഏക വരുമാനമാ നിങ്ങൾ കാരണം ഇല്ലാതായത്. സോറി ജഗൻ. അച്ഛാ, അച്ഛാ എന്തൊക്കെയത്? അത് അച്ഛൻ എന്തിനാ ഈ ജോലിയൊക്കെ? അച്ഛാ, ജഗൻ, ഇതാ. അച്ഛാ, ദാ, അച്ഛന്റെ ഓട്ടോയുടെ താക്കോല്. കിട്ടാനുള്ള പലിശയും ലോണിന്റെ ഒരു ഭാഗവും ജഗൻ അടച്ചു. മാധവൻ നായർക്ക് ഇനി ഓട്ടോ കൊണ്ടുപോവാം. അച്ഛാ, എന്താ ഇത്?